കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് തൃശൂർ പൂരത്തിന്റെ പൂരവിളംബരം ഇന്ന്. നെയ്തലക്കാവ് ഭഗവതി പൂരവിളംബരത്തിനായി പുറപ്പെട്ടു. വടക്കുംനാഥരോട് അനുവാദം വാങ്ങി തെക്കേ ഗോപുരനട വഴി പുറത്തുവരുന്ന ഭഗവതി നിലപാട് തറയിലെത്തി പൂരവിളംബരം നടത്തും. തൃശൂരിൽ നിന്നും എസ് ശരണാണ് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ചേരുന്നത്. ശരൺ, തൃശൂർ പൂരത്തിന്റെ ഓരോ ചടങ്ങുകളും അത് ഏറ്റവും ഭംഗിയുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ പൂരവിളംബരമാണ് നടക്കുന്നത്. ആ ചടങ്ങുകൾ എങ്ങനെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? പൂരവിളംബരത്തിനായി ഭഗവതി പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് എപ്പോഴായിരിക്കും പൂർത്തിയാവുക? പാരിച്ച തീർച്ചയായിട്ടും ഈ നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ ഇപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. 11 മണിക്ക് ശേഷം വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം വടക്കുന്നാഥനെ വണങ്ങിക്കൊണ്ട് എനിക്ക് പിന്നിലായി കാണുന്ന ഈ തെക്കേ ഗോപുര നട തള്ളി തുറന്നുകൊണ്ടാണ് പുറത്തേക്ക് വരിക. അതിനുശേഷം ശ്രീമൂല സ്ഥാനത്ത് എത്തിക്കൊണ്ടാണ് ഈ പൂര വിളംബരം നടത്തുക. ഇതോടുകൂടിയാണ് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂര ചടങ്ങുകൾക്ക് തുടക്കമാവുകയും ചെയ്യുക. ഏതായാലും നാളെയാണ് മറ്റ് ചടങ്ങുകളെല്ലാം. ഇന്ന് ഈ പൂര വിളംബരത്തിന് ശേഷം മറ്റ് ചടങ്ങുകളൊന്നുമില്ല. നാളെ രാവിലെയോടുകൂടി ഈ കണിമംഗലം ശാസ്താവ് എഴുന്നള്ളിക്കുന്ന ചടങ്ങുണ്ട്. അങ്ങനെ കണിമംഗലം ശാസ്താവ് എഴുന്നള്ളിക്കുന്നതോടുകൂടിയാണ് ഘടകക്ഷേത്രങ്ങളിലെ പൂരങ്ങൾക്ക് തുടക്കമാവുകയും അതിനുശേഷം ഭാരിച്ച സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലേക്ക് താളമേള വിസ്മയത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുക. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനമായും കാണേണ്ടത് ഇപ്പോൾ കനത്ത ചൂടാണ്. ഇപ്പോൾ സംസ്ഥാനമൊട്ടാകെ തന്നെ കനത്ത ചൂടാണ്. സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ ചൂട് കനക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ എങ്കിൽ പോലും ഒരുപാട് ആളുകൾ ഇപ്പോഴും വിവിധയിടങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് തൃശ്ശൂർ പൂരം എന്നാൽ തൃശ്ശൂരുകാരുടെ മാത്രമല്ല, മലയാളികളുടെ ഒന്നടങ്കമുള്ള ഉത്സവമാണ്. ആ ഉത്സവം ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടി ഇപ്പോഴും മറ്റ് ജില്ലകളിൽ നിന്ന്, നമ്മൾ പിറകിൽ കാണുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വന്ന ആളുകളാണ്. അത്തരത്തിൽ തന്നെ ദൂരെ നിന്നും ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ദീർഘദൂര യാത്രയൊക്കെ നടത്തി ഇവിടെ വന്ന് നിൽക്കുകയാണ്. എന്തായാലും ഈ എറണാകുളം ശിവകുമാർ അത്തരത്തിൽ നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി പുറത്തേക്ക് വരുന്ന ആ ഒരു കാഴ്ച കഴിഞ്ഞ വർഷമൊക്കെ ആർപ്പു വിളികളോടെ പൂരപ്രേമികൾ വരവേറ്റിരുന്ന് നമ്മൾ കണ്ടിരുന്നതാണ്. ഇന്നും അത്തരത്തിൽ തന്നെ വരവേൽക്കാനുള്ള വലിയൊരു തയ്യാറെടുപ്പിലാണ്. എന്തായാലും നിങ്ങൾ എവിടെ നിന്നാണ്? തിരുവനന്തപുരത്ത് പോലെ പൂരാവേശത്തിൽ ഒന്നും പറയില്ല, എനിക്കൊന്നും പറയല്ലേ. നിങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്നാണോ വരുന്നത്? എവിടുന്നാ? ഞങ്ങൾ ട്രിവാൻഡ്രത്ത്. അതെ, ട്രിവാൻഡ്രത്ത് നിന്ന് എവിടെയാ സ്ഥലം? നെയ്യാറ്റിൻകരയാണ്. ഞാൻ നെയ്യാറ്റിൻകരക്കാരനാണ്. അത് ശരി. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്ഥിരം വരുന്നതാണോ? ഇത് സെക്കൻഡ് ടൈമാണ്. സെക്കൻഡ് ടൈം വരുന്നത്. ഈ നേരത്തേക്ക് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ വരുന്നതിന്റെ ഒരു ആവേശം ഉണ്ടായിരുന്നു. ഈ എറണാകുളം ശിവകുമാറിലേക്ക് മാറിയപ്പോഴേ അതിന്റെ ഒരു ആവേശ കുറവ് എന്തെങ്കിലും ഉണ്ടോ? അതോ എല്ലാ പ്രാവശ്യവും പ്രതീക്ഷ വന്നത്, പക്ഷേ ആ ഒരു ഭാഗ്യം കിട്ടിയില്ല. പിന്നെ കണ്ടല്ലേ പറ്റുള്ളൂ. ആണല്ലേ? അതെ. നിങ്ങളിപ്പോ ഒരു സംഘമായിട്ട് വരുന്ന ആൾക്കാർ? അതെ, നമ്മൾ 10 പേരുണ്ട്. ഇത്തരത്തിലാണ് എല്ലാ ആളുകളും വലിയ ആവേശത്തിലാണുള്ളത്. അതിലൊരു ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്, ഇന്നലെ സാമ്പിൾ വെടിക്കെട്ടുണ്ടായിരുന്നു. ആ സാമ്പിൾ വെടിക്കെട്ടിന് നടന്നപ്പോൾ തന്നെ ഈ അക്ഷരാർത്ഥത്തിൽ ഈ തൃശ്ശൂർ പൂരനഗരി ആകെ തന്നെ പൂരാവേശത്തിൽ അമരുന്നത് നമ്മൾ കണ്ടിരുന്നതാണ്. എന്തായാലും ഇനി നമുക്ക് പ്രധാനമായും കാണാനുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ലോകത്തിന് സമ്മാനിക്കുന്ന ഏറ്റവും മനോഹരമായ കുടമാറ്റം അടക്കമുള്ള കാഴ്ചകളാണ്. അതെല്ലാം തന്നെ നാളെയാണ് നടക്കുക. അതിന് മുന്നോടിയായിട്ട് പൂര വിളംബരം നടക്കേണ്ടതുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകൾ കൂടിയാണ് ഇപ്പോൾ ഈ തെക്കേ ഗോപുര നടയിൽ നടക്കുന്നത്. ഏകദേശം ഒരു 11:30 ശേഷം ഈ തെക്കേ ഗോപുര നട തള്ളി തുറന്നുകൊണ്ട് എറണാകുളം ശിവകുമാർ പുറത്തേക്ക് വരികയും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീമൂല സ്ഥാനത്തെത്തി പൂര വിളംബരം നടത്തുകയും ചെയ്യും. എന്തായാലും കനത്ത ചൂടുണ്ട്, പക്ഷേ ചൂടിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫാരിഷ.